വയനാട് ടൗൺഷിപ്പ് പരിപാടിക്കിടെ സിദ്ദിഖിനെ പരിഹസിച്ച CPM നേതാക്കൾക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPMന്റെ കള്ളക്കളികൾ പൊളിക്കുന്ന പ്രതികരണമായിരുന്നു സതീശന്റേത്. വീടുകൾ മാത്രമാണ് വെച്ചു നൽകിയത്. ചികിത്സാ സഹായം ഉൾപ്പെടെ ബാക്കി നിൽക്കുന്നു. CPM അല്ല, സർക്കാരാണ് സഹായങ്ങൾ ചെയ്തത്. പുനരധിവാസം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം തുറന്നടിച്ചു. സിദ്ദിഖിന് നേരെയുണ്ടായ കൂക്കിവിളിക്കിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മിണ്ടാതിരുന്നത് തികഞ്ഞ മര്യാദകേടാണ്. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് MLA. ശക്തമായ സംഭവത്തിൽ പ്രതിഷേധിക്കുകയാണ്. കൂലിക്ക് ആളെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവൃത്തി ലജ്ജാവഹമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. കല്ലിട്ട് പോയെന്ന രാജന്റെ പ്രസംഗം എന്തടിസ്ഥാനത്തിലാണ്? രാജൻ ഔദ്യോഗിക പരിപാടിയുടെ അന്തസ്സ് മനസ്സിലാക്കണം. 4 മാസം കൊണ്ട് സ്ഥലം കണ്ടെത്തി കല്ലിട്ടു. സർക്കാരിന് 1 വർഷം വേണ്ടി വന്നു സ്ഥലം കണ്ടെത്താൻ. റവന്യൂ മന്ത്രി അത് തിരുത്തി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. VD സതീശന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ പരാമർശത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ഒന്ന് ചിരിപ്പിക്കാതെ പോടാ ചെക്ക എന്നായിരുന്നു VD സതീശന്റെ പരിഹാസം. വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും നേരത്തെ പ്രതികരിച്ചിരുന്നു. മുട്ടുകാല് തല്ലിയൊടിക്കാനും വെട്ടിക്കൊല്ലാനും ശീലിച്ച പഴയ ഓർമ്മകളുടെ ബലത്തിൽ പ്രതിപക്ഷ നേതാവിനെ തൊടാൻ നോക്കേണ്ടെന്നായിരുന്നു ജിൻഡോ പറഞ്ഞത്. VD സതീശന്റെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. തകർന്നിരിക്കുകയാണ്. മാത്രമല്ല, സഹകരണ മേഖല തകർന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വളരെ ഗൗരവതരമായ ആഘാതം ഏൽപ്പിക്കും. അതുകൊണ്ട് ഈ കട്ടെടുത്ത ആളുകൾക്ക് ജയിലിൽ വിടണം. അവർക്കെതിരായിട്ട് അതിശക്തമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നടപടി തന്നെ വേണം. അത് ഞാനും അതിനോട് യോജിക്കുന്നില്ല, തെറ്റാണ്. നമ്മള് ആ സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അങ്ങനെ ചിത്രവരെയെല്ലാം പാടില്ല എന്ന് തടയിച്ചു. അത് ഔദ്യോഗിക പരിപാടിയല്ല, DYFI സെക്രട്ടറി അല്ലല്ലോ അത് ചെയ്യേണ്ടത്. ഔദ്യോഗിക പരിപാടി ഗവൺമെന്റ് ക്ഷണിച്ചിട്ട് വരുമ്പോൾ DYFI നേതാവല്ല അത് ചെയ്യേണ്ടത്. അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എഴുന്നേറ്റ് എന്ന് എല്ലാവരും നിശബ്ദരായിരിക്കണം. MLA ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോഴും അദ്ദേഹം എഴുന്നേൽക്കുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളാണെങ്കിൽ പറയും, അല്ലാത്ത ആളുകൾ പുറത്തു പോകണമെന്ന് പറയും. മുഖ്യമന്ത്രി അത് പറയാൻ മടിയുള്ള ഒരാളല്ല. ഞാനാണെങ്കിൽ പറയും, ഉറപ്പായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ചില മീറ്റിങ്ങുകളിൽ ആളുകൾ ആ യോഗത്തിന്റെ അന്തസ്സിന് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചാൽ നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുതെന്ന് പറയും. ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇല്ലേ? ഇത് ഒരു ഔദ്യോഗിക പരിപാടിയാണ്, ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാമല്ല, അത് ശരിയല്ല. നിങ്ങൾ ഒരാൾ സംസാരിക്കല്ലേ? അല്ലല്ല, അത് അവിടെ വന്ന ആളുകളെ നിയന്ത്രിക്കണമായിരുന്നു. അവിടെ പാർട്ടി അതിന്റെ ആ ഗൂഢാലോചനയുടെ പുറകിലുണ്ട്. CPM ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. റവന്യൂ മന്ത്രി അദ്ദേഹം അത് പിൻവലിക്കണം. അദ്ദേഹം കല്ല് കയറ്റി വെച്ചിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ള അധിക്ഷേപപരമായ പരാമർശം ഒരു ഔദ്യോഗിക പരിപാടിയിൽ റവന്യൂ മന്ത്രി, CPIയുടെ വല്ല പൊളിറ്റിക്കൽ പരിപാടിയിലെ LDFന്റെ പൊളിറ്റിക്കൽ പരിപാടിയിലെ പോയി അദ്ദേഹത്തിന് പറയാം. ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടി അങ്ങനെ പറയാൻ പാടില്ല. ഇലക്ഷൻ ആണെന്ന് ഓർത്ത് എന്തും പറയാൻ പാടില്ല. ചില മര്യാദകൾ ചിലർ കാണിക്കണം. അത് കാണിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ ദേവി? ഇവിടെ ആളുകൾ ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, പറയാൻ പറ്റില്ല. അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ഒരാൾ പോലെ MLA കൂകിയിട്ടില്ലല്ലോ. അവിടെ ഇറക്കുമതി ചെയ്ത ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. ഇറക്കുമതി ചെയ്താൽ പാർട്ടിക്ക് ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഗവൺമെന്റ് അതിന് കൂട്ടുനിന്നു, മന്ത്രിമാരും മുഖ്യമന്ത്രി. അതാണ് പ്രശ്നം. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അല്ലല്ലോ അത് പറയേണ്ട. അദ്ദേഹത്തിന്റെ പരിപാടി അല്ലല്ലോ. DYFIയുടെ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് MLA പോയതല്ലല്ലോ, ഗവൺമെന്റ് പരിപാടിക്ക് പോയതല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ അത് ആ പരിപാടിയുടെ ഗ്രേസ് കളഞ്ഞു. ആ പരിപാടിക്ക് കിട്ടേണ്ട ഒരു ഗ്രേസ് ഉണ്ട്. ഒരാളുകൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുക്കുന്നു. ആ വീട് പണി എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഞങ്ങളുടെ അടക്കം പൈസ ഉണ്ട്. എൻ്റെയും വിഷുവിൻ്റെ ഒക്കെ പൈസ ഉണ്ട്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താണ്. എല്ലാവരും പൈസ കൊടുത്താണ്. എല്ലാവരുടെയും പണമുണ്ട്. നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പണമുണ്ട്. കർണാടക ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പണമുണ്ട്. ഇതെല്ലാം ചെയ്ത ഒരു നല്ല കാര്യമല്ലേ ഒരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ.
ആ പരിപാടിയുടെ ഗ്രേസ് സർക്കാർ തന്നെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ തന്നെ ആ പരിപാടി വഷളാക്കി. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോൾ KSUക്കാർ ചെയ്തതിന് വിഷ്വലില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോ പ്രതിപക്ഷ നേതാവിന്റെ കാല് തല്ലി ഒടിച്ചു, ആരുമില്ല. അങ്ങനെയാണെങ്കിൽ അതും ന്യായീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെനിക്ക് ഒറ്റ മറുപടിയുള്ളു. എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞതിന് ഒറ്റ മറുപടിയുള്ളു. ഒന്ന് ചിരിപ്പിക്കാതെ പോട ചെറുക്കാം. ശരിയപ്പോ.